ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനി ഇസ്രയേലും അമേരിക്കയും ഒരുപോലെ വിലയിട്ടിരിക്കുന്ന 86-കാരനായ ഖമീനിക്ക് 3 പതിറ്റാണ്ടിലേറെയായി പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനമാണുള്ളത്. ഖമീനിയെ ലക്ഷ്യമിടുന്നെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പരസ്യമായി തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഖമീനിയെ ഇല്ലാതാക്കുന്നത് സംഘർഷം അവസാനിപ്പിക്കുമെന്ന് നെതന്യാഹു പറയുമ്പോൾ ഒളിവിലാണെങ്കിലും ഖമീനി തങ്ങൾക്ക് എളുപ്പമുള്ള ലക്ഷ്യമാണെന്നും എന്നാൽ ഇപ്പോൾ വധിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ട്രംപും പറയുന്നു. ഇതിനിടെയാണ് യുദ്ധം ആരംഭിക്കുന്നു എന്ന പ്രതികരണം സമൂഹ മാധ്യമങ്ങളിലൂടെ ഖമീനി നടത്തിയത്. ഇറാന്റെ അധികാരം സൈന്യത്തിന്റെ സുപ്രീം കൗൺസിലിന് കൈമാറുകയും ചെയ്തു. 4 ദശാബ്ദങ്ങൾക്കു ശേഷമാണ് ഇറാന്റെ പരമോന്നത നേതാവ് എന്ന സ്ഥാനത്ത് നിന്ന് ഖമീനി പുറത്തേക്ക് പോകുന്നത്. ഇറാനെ ഇന്നു കാണുന്ന നിലയിലേക്ക് എത്തിച്ചത് ഖമീനിയാണ്. മതപരമായി ഏറെ പ്രാധാന്യമുള്ള മഷാദിലാണ് 1939 ഖമീനി ജനിച്ചത്. ഷിയ മുസ്ലിം വിഭാഗത്തിന്റെ വിശുദ്ധ ദേവാലയം സ്ഥിതി ചെയ്യുന്ന പുരാതന നഗരമാണിത്. ഖമീനിയുടെ കുടുംബവും ഒരു പൗരോഹിത്യ കുടുംബമായിരുന്നു. ഷാ ഭരണകൂടത്തിന്റെ ഏകാധിപത്യത്തിനെതിരെ പോരാട്ടം നടത്തിക്കൊണ്ടാണ് ഖമീനി എന്ന നേതാവ് രൂപപ്പെട്ടു വരുന്നത്. ജനകീയ പോരാട്ടങ്ങളിൽ പങ്കെടുത്തും പ്രക്ഷോഭങ്ങളെ നയിച്ചും ഖമീനി പേരെടുത്തു. രാഷ്ട്രീയമായി സജീവമായി. ഷായ്ക്കെതിരെ 1979 ഇസ്ലാമിക വിപ്ലവത്തെ നയിച്ച ആയത്തുള്ള റൂഹുള്ള ഖൊമൈനിയുടെ വിശ്വസ്തനായിരുന്നു ഖമീനി. അമേരിക്ക പിന്തുണച്ചിരുന്ന ഷാ ഭരണകൂടത്തിന്റെ ശിക്ഷാ നടപടികൾക്ക് പലപ്പോഴും ഖമീനിയും വിധേയനായിട്ടുണ്ട്. ഇസ്ലാമിക വിപ്ലവത്തിൽ റൂഹുള്ള ഖമീനിക്കൊപ്പം അലി ഖമീനിയും നേതൃത്വം നൽകി. ഷാ ഭരണകൂടത്തിന്റെ അട്ടിമറിക്ക് ശേഷം ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ അധികാര ശ്രേണിയിലെ പ്രധാനിയായി ഖമീനി മാറി. ഭരണകൂടത്തിൽ ഉയർന്ന മതാടിസ്ഥാന പദവികൾ ഇല്ലാതിരുന്നിട്ടും ഇറാൻ സൈന്യം, ജുഡീഷ്യറി, മാധ്യമങ്ങൾ തുടങ്ങിയവയുടെ നിയന്ത്രണം അതിവേഗത്തിൽ ഖമീനിയിലേക്കെത്തി. 1981 ഇറാന്റെ 3ാമത്തെ പ്രസിഡന്റായി. 1989 ഇറാൻ പ്രസിഡന്റായിരിക്കെയാണ് അദ്ദേഹം പരമോന്നത നേതാവായി ചുമതലയേറ്റത്. നിലവിൽ 35 വർഷമായി അലി ഖമീനിയാണ് ഇറാന്റെ പരമോന്നത നേതാവ്. പശ്ചിമേഷ്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ രാഷ്ട്രത്തലവനാണ് അദ്ദേഹം. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ രാഷ്ട്രത്തലവനാണ് പരമോന്നത നേതാവ്. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷമാണ് പരമോന്നത നേതാവ് എന്ന പദവി രാജ്യത്തിന്റെ ഭരണഘടനയുടെ ഭാഗമാകുന്നത്. ഇറാന്റെ ചരിത്രത്തിൽ ഇതുവരെ രാജ്യത്തിന് 2 പരമോന്നത നേതാക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇസ്ലാമിക് വിപ്ലവത്തിന് ശേഷം അധികാരമേറ്റെടുത്ത റൂഹുള്ള ഖമീനിയായിരുന്നു ആദ്യത്തെ പരമോന്നത നേതാവ്. 1989 മരിക്കുന്നതുവരെ അദ്ദേഹം ആ സ്ഥാനത്ത് തുടർന്നു. റൂഹുള്ളയ്ക്ക് ശേഷം അലി ഖമീനി ആ സ്ഥാനത്തേക്ക് എത്തുകയായിരുന്നു. ഇറാന്റെ ഭരണഘടന അനുസരിച്ച് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ പൊതുനയങ്ങൾ തീരുമാനിക്കുന്നത് പരമോന്നത നേതാവാണ്. രാജ്യത്തെ ഏറ്റവും ഉയർന്ന മതരാഷ്ട്രീയ അധികാര സ്ഥാനമാണിത്. പ്രസിഡന്റിന് മുകളിലാണ് ഇറാനിൽ പരമോന്നത നേതാവിന്റെ സ്ഥാനം. സായുധ സേനയുടെ കമാൻഡ് ഇൻ ചീഫ് പദവിയും പരമോന്നത നേതാവിനാണ്. സർക്കാരിന്റെ വിവിധ മേഖലകളുടെ ഭാഗമായ ഏകദേശം 2000 പ്രതിനിധികൾ വഴിയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. ലെബനനിലെ ഹിസ്ബുള്ളയ്ക്കും യമനിലെ ഹൂതിക്കും ഇറാഖിലെയും സിറിയയിലെയും വിവിധ സായുധ സംഘങ്ങൾക്കും സാമ്പത്തിക സഹായവും ആയുധവും നൽകുന്നതിൻ്റെ പേരിൽ ഇറാനും ഖമീനിയും പലരാലും പ്രീതിക്കും അപ്രീതിക്കും പാത്രമായിട്ടുണ്ട്. ഇസ്രയേലിനെതിരെയുള്ള നീക്കങ്ങൾ നേരിട്ടുള്ള പോരാട്ടത്തിലേക്ക് എത്തിയിരുന്നില്ലെങ്കിലും ഇസ്രയേലിനെയും അമേരിക്കയെയും സൗദി അറേബ്യയെയും വെല്ലുവിളിക്കുന്ന തലത്തിലേക്ക് എത്തിയിരുന്നു. സായുധ സംഘങ്ങളെ ഉപയോഗിച്ചുള്ള ഇത്തരം ആക്രമണങ്ങൾക്കൊപ്പം ഇറാന്റെ ആണവ പരിപാടികൾ, സുരക്ഷാ ഭീഷണി തുടങ്ങിയ കാരണങ്ങളാലുമാണ് ഇപ്പോൾ ഇറാൻ ഇസ്രായേലിന്റെ ആക്രമണത്തിനിരയായത്. ഖമീനിയുടെ നേതൃത്വത്തിലാണ് ലെബനൻ, ഇറാഖ്, സിറിയ, യമൻ എന്നിവിടങ്ങളിൽ ഇറാൻ സഖ്യകക്ഷികളുടെയും സായുധ സംഘങ്ങളുടെയും ശക്തമായ ശൃംഖല വളർത്തിയെടുത്തത്. അമേരിക്ക, ഇസ്രയേൽ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുമുള്ള നേരിട്ടുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചതും ഈ സായുധ സംഘങ്ങളുടെ സ്വാധീനമാണ്. പക്ഷേ ജൂൺ 13 ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുണ്ടായ കനത്ത പ്രഹരം ഈ തന്ത്രങ്ങൾക്കേറ്റ തിരിച്ചടിയായി. പ്രധാന സൈനിക ആണവ കേന്ദ്രങ്ങൾ ഇസ്രയേലിന്റെ ലക്ഷ്യമാവുകയും പ്രധാനപ്പെട്ട പലരും കൊല്ലപ്പെടുകയും ചെയ്തു. തങ്ങളുടെ ആണവ പദ്ധതി പൂർണ്ണമായും സിവിലിയൻ ആവശ്യങ്ങൾക്കാണെന്ന് ഇറാൻ ആവർത്തിക്കുമ്പോഴും
അമേരിക്ക ഉൾപ്പെടുന്ന പാശ്ചാത്യ ഗവൺമെന്റുകൾക്കും ഇസ്രയേലിനും അതിൽ വിശ്വാസമില്ലാത്ത അവസ്ഥയാണ്. ഇസ്ലാമിക നിയമപ്രകാരം ആണവായുധങ്ങൾ നിഷിദ്ധമാണെന്ന് ഖമീനി 2003 പുറപ്പെടുവിച്ച ഫത്വ നിലവിലുണ്ടെങ്കിലും ഇറാൻ ആണവായുധ ശേഷിയിലേക്ക് അടുക്കുകയാണെന്ന സംശയമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അമേരിക്കയുമായി കരാറിൽ ഏർപ്പെടുന്നുണ്ടെങ്കിലും അവരെ പലപ്പോഴും സംശയത്തിന്റെ നിഴലിലായിരുന്നു ഇറാൻ നിർത്തിയിരുന്നത്. അതേസമയം ഇറാന്റെ നിലനിൽപ്പ് അപകടത്തിലാകുമ്പോൾ അമേരിക്കയ്ക്ക് വഴങ്ങാനും തയ്യാറായിട്ടുണ്ട്. അതിന് ഉദാഹരണമാണ് ഇറാഖ് യുദ്ധത്തിന് ശേഷമുള്ള വെടിനിർത്തലും അമേരിക്ക ഉൾപ്പെടെ 6 രാജ്യങ്ങളുമായി ചേർന്നുള്ള ആണവ കരാറും. 8 വർഷത്തെ ഇറാഖുമായുള്ള യുദ്ധത്തിന് ശേഷം 1988 ഖമീനി വെടിനിർത്തൽ നടപ്പാക്കാമെന്ന തീരുമാനം കൈക്കൊണ്ടത്. 6 ലോകശക്തികളുമായി 2015 ഇറാൻ ആണവ കരാർ ഉണ്ടാക്കിയത്. ഇറാന്റെ സമ്പദ് വ്യവസ്ഥ സ്ഥിരപ്പെടുത്താനും അധികാരത്തിലുള്ള പിടിമുറുക്കാനും അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയന്റെയും സാമ്പത്തിക ഉപരോധങ്ങളിൽ നിന്ന് ഇളവ് വേണമെന്ന് ഖമീനി കണക്കുകൂട്ടിയിരുന്നു. 2018 ട്രംപ് ആണവ കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറിയപ്പോൾ ഇറാൻ ഇതിനോട് പ്രതികരിച്ചത് ആണവ പദ്ധതിക്ക് മേൽ ഏർപ്പെടുത്തിയ എല്ലാ നിയന്ത്രണങ്ങളെയും ലംഘിച്ചുകൊണ്ടാണ്. ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം വർദ്ധിപ്പിക്കുകയും 2020 കരാറിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. എങ്കിലും ഇക്കഴിഞ്ഞ മാർച്ച് മുതൽ ആണവ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുനരാരംഭിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ട്രംപ്. ഏപ്രിലിൽ ആദ്യം ചർച്ച മസ്കറ്റിൽ വെച്ച് നടത്തിയെങ്കിലും അത് ഫലവത്തായില്ല. അടുത്തവട്ട ചർച്ചകൾ നടക്കാനിരിക്കെയായിരുന്നു ഇറാനു നേരെയുള്ള ഇസ്രയേലിന്റെ ആക്രമണം. അതോടെ ചർച്ചകളും വഴിയിലായി. ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാനെതിരെ സൈനിക നടപടി ഉണ്ടാകുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഖമീനിയും ഇറാനും നിരുപാധികം കീഴടങ്ങണമെന്ന ട്രംപിന്റെ ആവശ്യത്തോട് വളരെ രൂക്ഷമായ ഭാഷയിലായിരുന്നു ഖമീനി തിരിച്ചടിച്ചത്. ഇറാനിയൻ ജനത ഒരിക്കലും കീഴടങ്ങില്ലെന്നും അത് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. US ഏതെങ്കിലും രീതിയിൽ സൈനിക ഇടപെടൽ നടത്തിയാൽ അതിന് വലിയ വില നൽകേണ്ടി വരുമെന്നും ഖമീനി മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഗുഡ് ലക്ക് എന്ന് പറഞ്ഞ് ട്രംപ് ഇതിനെ തള്ളിക്കളഞ്ഞു. അതിനിടെ ഇറാൻ ആക്രമിക്കാനുള്ള പദ്ധതിക്ക് ട്രംപ് അംഗീകാരം നൽകിയതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവന്നു. ഒളിവിലിരുന്നു കൊണ്ടാണ് ഖമീനി അധികാരം സൈന്യത്തിന് കൈമാറിയത്. ഇറാൻ തലസ്ഥാനം ടെഹ്റാന് സമീപത്തെ ലാവ്സാനിൽ ബങ്കറിലാണ് ഖമീനി കഴിയുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. കുടുംബവും അദ്ദേഹത്തിനൊപ്പമുണ്ട്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറിന്റെ ഉന്നത വിഭാഗമാണ് ഖമീനിക്കും കുടുംബത്തിനും സുരക്ഷയൊരുക്കുന്നതെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാനിയൻ സൈനിക ആണവ ഉദ്യോഗസ്ഥരെ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ വധിച്ചിരുന്നു. ഇനി ഖമീനി നേരിട്ടുള്ള ലക്ഷ്യമാവുമോ എന്ന ആശങ്കയും വർദ്ധിച്ചിട്ടുണ്ട്. നെതന്യാഹുവും ട്രംപും ഇത് സൂചിപ്പിക്കുന്ന പ്രതികരണങ്ങളും നടത്തിയിട്ടുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ സംഘർഷത്തിന്റെ ഗതി മാറും. ഇത് പ്രാദേശിക തലത്തിൽ വലിയ അരാജകത്വം സൃഷ്ടിക്കുകയും പശ്ചിമേഷ്യയിലെ സ്ഥിതിയെ തന്നെ ആകെ മാറ്റിമറിക്കുകയും ചെയ്തേക്കാം.